Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ ക്രിയേറ്റ് ഹോൾസ് എന്ന ഒരു 3D Max മോഡിഫയറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയ 3D മോഡലുകളിൽ പ്രിസൈസ് ആൻഡ് സ്മൂത്ത് ആയ ഹോൾസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ ടൈം കൺസ്യൂം ആയ ഒരു ടാസ്ക് ആണ്. ഈ ഒരു മോഡിഫയർ യൂസ് ചെയ്ത് വളരെ കുറച്ച് ക്ലിക്കുകളിലൂടെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സ്മൂത്ത് ആൻഡ് പ്രിസൈസ് ആയ ഹോൾസുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ മോഡിഫയർ എങ്ങനെ യൂസ് ചെയ്യാം, ഏതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് തുടങ്ങിയവയെല്ലാം ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യമായി ഇവിടെ കാണുന്ന ഈ ഒരു സിലിണ്ടർ ഒബ്ജക്റ്റിലാണ് ഹോൾസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സിലിണ്ടറിൽ ഇതുപോലെ ഹോൾസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഭാഗത്തുള്ള വെർട്ടെക്സുകൾ സെലക്ട് ചെയ്യാം. ഇനി സെലക്ട് ചെയ്ത ഈ ഒരു വെർട്ടെക്സുകളിലേക്ക് മോഡിഫയർ ലിസ്റ്റിൽ നിന്നും ക്രിയേറ്റ് ഹോൾസ് എന്ന മോഡിഫയർ ആഡ് ചെയ്യാം. ഈ ഒരു മോഡിഫയർ ആഡ് ചെയ്തപ്പോൾ ഇതുപോലെ ഹോൾസ് ക്രിയേറ്റ് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഇനി ക്രിയേറ്റ് ഹോൾസ് എന്ന ഈ ഒരു മോഡിഫയറിന്റെ പാരാമീറ്ററിൽ ഷേപ്പ് എന്ന ഈ ഒരു പാരാമീറ്റർ കാണാവുന്നതാണ്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യാം. ഇവിടെ ടൈപ്പിൽ സർക്കിൾ, എൻഗൺ തുടങ്ങിയ ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ്. റൗണ്ടഡ് ടൈപ്പ് ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി സർക്കിൾ എന്ന ഈ ഒരു ഡിഫോൾട്ട് ഓപ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തതായി സബ് ഡിവിഷൻ എന്ന ഈ ഒരു പാരാമീറ്റർ ഇവിടെ കാണാവുന്നതാണ്. ഇനി എനബിൾ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹോൾസ് സർക്കിൾ ഷേപ്പിലേക്ക് ചേഞ്ച് ആയതായി ഇവിടെ കാണാവുന്നതാണ്. ഇറ്ററേഷനിൽ വാല്യൂസ് ഇൻക്രീസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിന്റെ സ്മൂത്ത്നെസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി മെയിൻ എന്ന ഈ ഒരു പാരാമീറ്റർ ആണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു പാരാമീറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ കാണുന്ന ഈ ഒരു റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഹോളിന്റെ സൈസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ അഡീഷണൽ എഡ്ജസ് എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹോൾസിന് അഡീഷണൽ എഡ്ജസ് സപ്പോർട്ട് ഇവിടെ ലഭിക്കുന്നതാണ്. കൂടാതെ ഡിഫോം, ആംഗിൾ, ഓഫ്സെറ്റ് തുടങ്ങിയ ഓപ്ഷനുകൾ ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇവിടെ നിന്നും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി എക്സ്ട്രൂഡ് ആൻഡ് ബെവൽ എന്ന ഈ ഒരു പാരാമീറ്റർ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിൽ എനബിൾ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി എക്സ്ട്രൂഡിൽ പോസിറ്റീവ്, നെഗറ്റീവ് തുടങ്ങിയ വാല്യൂസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ഹോൾസിനെ എക്സ്ട്രൂഡ് ചെയ്യാവുന്നതാണ്. ഒരു -3 മില്ലിമീറ്റർ ആണ് നമ്മൾ ഇതിൽ എക്സ്ട്രൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബെവൽ എന്ന ഈ ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഇനി ഒരു എക്സ്ട്രൂഡിനെ ഒരു ബെവൽ ഷേപ്പിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ബെവലിൽ 0 തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സെഗ്മെന്റ്സിൽ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹോൾസിൽ ഇതിന്റെ സ്മൂത്ത്നെസ് കൺട്രോൾ ചെയ്യുന്നതിനായി നമുക്കിതിൽ സെഗ്മെന്റ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 എക്സ്ട്രാ സെഗ്മെന്റുകൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആഡ് ചെയ്ത ഈ സെഗ്മെന്റ്സിനെ പിഞ്ച് എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ക്യാപ്പ് എന്ന പാരാമീറ്റർ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഹോൾസിനെ ക്യാപ്പ് ചെയ്ത് ഫിൽ ചെയ്യുന്നതിനായി എനബിൾ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഹോൾസ് ഇതുപോലെ ക്യാപ്പ് ആയതായി കാണാവുന്നതാണ്. ഇനി ട്രയാങ്കുലേറ്റ് ക്യാപ്പ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ക്യാപ്പ് ഇതുപോലെ സെഗ്മെന്റ്സോട് കൂടി കണക്റ്റ് ആയി ലഭിക്കുന്നതാണ്. ക്യാപ്പിൽ ഇൻസെറ്റ് എന്ന ഓപ്ഷനും അവൈലബിൾ ആണ്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ക്യാപ്പിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഡിസ്റ്റൻസിൽ സെഗ്മെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഔട്ടർ ലൂപ്പ് എന്ന ഈ ഒരു പാരാമീറ്റർ ഇവിടെ കാണാവുന്നതാണ്. നമ്മൾ ഇതിൽ എനബിൾ എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹോളിന് ഔട്ടറായി സെഗ്മെന്റുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡലുകളിൽ സ്മൂത്ത്നെസ്സിനെ കൺട്രോൾ ചെയ്യുന്നതിനായി സെഗ്മെന്റുകൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഒരു സബ് ഡിവിഷനിൽ ഇറ്ററേഷൻ വാല്യൂസ് ഇൻക്രീസ് ചെയ്തും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഹോൾസിന്റെ സ്മൂത്ത്നെസ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വളരെ ക്വിക്കായി ഹോൾസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ക്രിയേറ്റ് ഹോൾസ് എന്ന ഈ ഒരു മോഡിഫയർ യൂസ് ചെയ്യാവുന്നതാണ്. ഇന്റീരിയർ ആൻഡ് ആർക്കിടെക്ചർ, പ്രൊഡക്റ്റ് മോഡലിംഗ് തുടങ്ങിയ മേഖലകളിൽ കോംപ്ലക്സ് ആയ മോഡലുകൾ ചെയ്യുന്ന സമയത്ത് സ്മൂത്ത് ആൻഡ് പ്രിസൈസ് ആയ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി
ഈ ഒരു മോഡിഫയർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്ലഗിൻ ഫ്രീ ആയി യൂസ് ചെയ്യുന്നതിനായി ഇതിൻ്റെ ലൈറ്റ് വെർഷൻ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് HMediaയുടെ വാട്സപ്പ് ചാനലിലും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.